പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. പിശാച് മനുഷ്യനെ പരീക്ഷിക്കും. പാപത്തിൽ അകപ്പെടുത്തുവാൻ, പാപത്തിൻ്റെ ചുഴിയിൽ മനുഷ്യനെ തള്ളിയിടുവാൻ വലിയ പ്രലോഭനവുമായി വരും. 40 ദിവസം യേശു കർത്താവിൻ്റെ ഉപവാസത്തിന് ശേഷം പിശാചിന് നന്നായിട്ടറിയാം അവന് വിശന്നിരിക്കുക. ആ വിശന്നിരിക്കുന്ന അവസ്ഥയിൽ വലിയ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ വിശപ്പിനെ ചൂഷണം ചെയ്യുവാൻ പിശാച് ശ്രമിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി എത്രേ നാം വായിച്ച ഈ വാക്യം. പിശാചിൻ്റെ തന്ത്രത്തെ എങ്ങനെ ജയിക്കണമെന്ന് യേശു തമ്പുരാന് നന്നായിട്ടറിയാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ള ഹല്ലേലൂയ ആ ഒരു തിരുവചനം എടുത്തിട്ട് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ള ഹല്ലേലൂയ തിരുവചനം, ആവർത്തന പുസ്തകത്തിലെ വചനം യേശുവിന് നന്നായിട്ടറിയാം. ആ വചനം അതുകൊണ്ട് എടുത്ത് പിശാചിനെ ജയിച്ചു. വീണ്ടും പിശാച് പല രീതിയിലും തന്നെ പരീക്ഷിച്ചപ്പോൾ ദൈവവചനപ്രകാരം ശത്രുവിൻ്റെ തന്ത്രത്തെ ജയിക്കാൻ യേശു കർത്താവിന് സാധിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ ഒരു ഭാഗം നാം വായിക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യവും അതുതന്നെയാണ്. പിശാച് നമ്മെ പരീക്ഷിക്കാം, പിശാച് നമ്മെ പ്രലോഭനത്തിൽ അകപ്പെടുത്താം. എന്നാൽ അതിനെ ജയിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതിയിരിക്കണം. നാം കർത്താവിൻ്റെ വചനത്തെ നന്നായി ധ്യാനിക്കണം. ദൈവവചനം ധ്യാനിക്കുന്ന, ദൈവവചനം പഠിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ശത്രു തകർക്കുവാൻ ഒരു നാളും ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 2:11 നാം വായിക്കുന്നു, നാം സാത്താൻ്റെ തന്ത്രത്തെ അറിയാത്തവർ അല്ലല്ലോ. കർത്താവിൻ്റെ നാമത്തിൽ സാത്താനെ ജയിക്കണമെങ്കിൽ നിശ്ചയമായി വചനം നന്നായി വായിക്കണം, വചനം നന്നായി പഠിക്കണം. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വചനം കൂടുതലായി വായിച്ച് വചനത്തിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ ദൈവം മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ശത്രുവിനെയും അവൻ്റെ തന്ത്രത്തെയും നമുക്ക് ജയിക്കാൻ സാധിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ തലമുറ വക്രതയും കോട്ടവുമുള്ളൊരു തലമുറയാണ്. അതിൻ്റെ നടുവിൽ നാം അനന്യരും പരമാർത്ഥികളും കർത്താവിൻ്റെ നിഷ്കളങ്ക മക്കളുമായി തീരേണ്ടതിന് ഹല്ലേലൂയ നാം എല്ലാ കാര്യങ്ങളും പിറുപിറുപ്പ് കൂടാതെ ചെയ്യണം. കൂടാതെ അവിടെ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അവരുടെ ഇടയിൽ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ഹല്ലേലൂയ ജ്യോതിസിനെ പോലെ പ്രകാശിക്കും. ദൈവവചനം അവിടെയും ആധാരമാണ്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വചനമേകുന്ന യഥാർത്ഥ അപ്പം നമുക്ക് വേണം. ജീവൻ്റെ അപ്പം നാം ഭക്ഷിക്കണം. ഹല്ലേലൂയ. ശത്രുവിനെ ജയിക്കാൻ വചനത്താലേ പറ്റത്തുള്ളൂ. നമ്മുടെ വായിലെ വാക്കുകൾ, വചനം ശത്രുവിൻ്റെ തലയെ തകർക്കുന്നതത്രേ. ഇന്ന് പകൽക്കാലവും യേശു കർത്താവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചതുപോലെ ഹല്ലേലൂയ നാം വചനത്തെ ധ്യാനിക്കണം. അതുതന്നെയാണ് അപ്പസ്തലനായ പൗലോസും ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നത്, ഈ തലമുറ വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. ഈ തലമുറയുടെ നടുവിൽ നാം ജീവിക്കണോ? ഈ തലമുറയുടെ നടുവിൽ നമുക്ക് മുന്നേറണോ? നിശ്ചയമായി വചനത്തിനകത്തുള്ള ഹല്ലേലൂയ അറിവ് അത് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുന്നു, പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കിക്കൊടുക്കുന്നില്ല. നോക്ക്, അവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് കണ്ണുനീരോട് ഹല്ലേലൂയ ദുഃഖത്തോടെ കരയുന്ന ഒരു പ്രവാചകനെ നാം കാണുന്നത്. എല്ലാം കൊള്ളയായിപ്പോയി, ജനത്തെ മുഴുവനും ശത്രു കൊണ്ടുപോയി, വഴിത്തലയ്ക്കൽ പൈതങ്ങൾ ആരോരും ഇല്ലാതെ കിടക്കുന്നു. അവരപ്പം ചോദിക്കുന്നു, ആരും കൊടുക്കുന്നില്ല, ആരും അവർക്ക് അപ്പം കൊടുക്കുന്നില്ല. പ്രിയരെ, ഇത് ഹല്ലേലൂയ ആശ്ചര്യമായ അർത്ഥത്തിലുള്ള അപ്പം മാത്രമല്ല, അതോടൊപ്പം തന്നെ നാം ആത്മീകമായി ഒന്ന് ചിന്തിച്ചാട്ട് പല കുടുംബങ്ങളിലും പിശാച് പലരെയും കൊള്ളയായി കൊണ്ടുപോയി. ഇനി വചനം പഠിപ്പിച്ചു കൊടുക്കാൻ, വചനമാകുന്ന അപ്പം നുറുക്കി കൊടുക്കാൻ അവിടെ ആരുമില്ല.
ഇന്ന് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ സമയം ചെലവഴിച്ച് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറകളുമായി ഒരുമിച്ചിരുന്ന് നിങ്ങൾ അപ്പം നുറുക്കി കൊടുത്താട്ട് നിങ്ങളുടെ തലമുറകൾ ഒരു നാളും കൊള്ളയായി പോകത്തില്ല. നിങ്ങളുടെ തലമുറകൾ ഒരു നാളും കൈവിട്ടു പോകത്തില്ല. വചനമാകുന്ന അപ്പം അവർ ഭക്ഷിച്ചാൽ അവരുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെടുത്തും. അകത്തെ മനുഷ്യന് ആ ബലം വന്നു കഴിഞ്ഞാൽ ഏത് പ്രലോഭനത്തിലും ഏത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നാലും അവർ പ്രമാണം വിട്ട് മാറത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ്റെ ഹല്ലേലൂയ വീടിനെക്കുറിച്ച് നാം ചിന്തിച്ചതാ. ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലന് തിമോഥെയോസിനോട് പറഞ്ഞു, തിമോഥെയോസേ, നിൻ്റെ അമ്മയും വലിയമ്മയും കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ച് അവർ വിശ്വാസത്തിൽ ഉറച്ച കുടുംബമാണ്. അതുകൊണ്ടാണ് തിമോഥെയോസിൻ്റെ മേൽ കൃപാവരങ്ങൾ പകരുന്നത്. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന നിങ്ങളോടും കർത്താവ് ചോദിക്കുന്നു, നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ അപ്പം നുറുക്കി കൊടുക്കുന്നവരാണോ? ദാനിയേലിൻ്റെ ചരിത്രവും നമുക്ക് നന്നായിട്ടറിയാം. ഒരു അന്യദേശത്ത് പോയി തനിക്ക് എങ്ങനെയും ജീവിക്കാമായിരുന്നു, തനിക്ക് രാജകീയ പദവികൾ ലഭിച്ചു. എന്നാലും തൻ്റെ ഉള്ളിലൊരു തീരുമാനമെടുത്തു, എൻ്റെ പ്രമാണം വിട്ട് മാറത്തില്ല, ഞാൻ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ജോസേഫും ഇതുപോലെ പ്രമാണത്തിന് വേണ്ടി മുറുകെ പിടിച്ചു. പ്രലോഭനത്തിൽ അകപ്പെട്ടപ്പോഴും താൻ അതിനകത്തുനിന്ന് ഓടി മാറിയതിൻ്റെ കാരണം ഉള്ളിൽ പ്രമാണമുള്ളത് കൊണ്ടാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ദൈവവചനമാകുന്ന അപ്പം കൊണ്ടുകൂടെയാണ് ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് അപ്പത്തെ നുറുക്കിക്കൊടുക്കാം, വചനത്തെ നുറുക്കിക്കൊടുക്കാം. കുടുംബത്തിനകത്ത് വചനം ഉയരട്ടെ. ഈ ദിവസങ്ങളിൽ വചനത്തിന് ഹല്ലേലൂയ പ്രയോറിറ്റി കൊടുത്ത് മുന്നേറാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.